ഫാഫയിലെ സിനിഫയിൽ ഒടുവിൽ തൊണ്ടിയോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട 5 സിനിമകൾ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിലിന്റെ IMDb വാച്ച് ലിസ്റ്റ്. ആ സിനിമകൾ ഇനി നമുക്കുള്ളതാണ്. ഇതിൽ നിങ്ങൾ കണ്ട സിനിമകൾ ഉണ്ടാകും, ഓവർ ഹൈപ്പ് കാരണം കാണാതെ മാറ്റിവെച്ച സിനിമകൾ ഉണ്ടാകും, കേട്ടിട്ടില്ലാത്ത സിനിമകളും ഉണ്ടാകും. കണ്ടവർക്ക് ഓർമ്മ പുതുക്കാനും കാണാത്തവർക്ക് ഓർമ്മയുടെ അറയിൽ സൂക്ഷിക്കാനും ഫാഫയുടെ 5 ഇഷ്ട ചിത്രങ്ങൾ. പ്രണയത്തിനും പ്രതികാരത്തിനും ഏകാന്തതയ്ക്കും യുദ്ധങ്ങൾക്കുമിടയിൽ കഥകൾ പറയുന്ന 5 ക്ലാസിക്കുകൾ. ഋഷികേശ് മുഖർജിയുടെ മിലി, മഹേന്ദ്രന്റെ ജോണി, പത്മരാജന്റെ സീസൺ, ജുസപ്പെ തൊർണാത്തോറയുടെ മലേന, മൈക്കിൾ റാഡ്ഫോർഡിന്റെ ഇൽ പോസ്റ്റിനോ. ഒന്നിനൊന്ന് വ്യത്യസ്തമായ സിനിമകൾ, പല ജോണറുകളിൽ, പല ദേശങ്ങളിൽ, പല കാലങ്ങളിൽ നടക്കുന്ന കഥകൾ. ഇത് തന്നെയാണ് നമുക്കും വേണ്ടത്. ഋഷികേശ് മുഖർജിയുടെ സിനിമകളെ പൊതുവെ മിഡിൽ സിനിമകൾ എന്നാണ് വിളിക്കുന്നത്. കൊമേഴ്ഷ്യൽ ആയിരിക്കും, ഡ്രമാറ്റിക് ആയിരിക്കും, ഒപ്പം അല്പം ആർട്ട് ഹൗസ് നറേറ്റീവുമായിരിക്കും. 1971 ആനന്ദ് എന്ന വിഖ്യാത ഋഷികേശ് മുഖർജി ചിത്രത്തിന്റെ തുടർച്ച എന്ന് തോന്നിപ്പിക്കുന്ന സിനിമയാണ് 75 ഇറങ്ങിയ മിലി. ഒരുതരം സ്പിരിച്വൽ കസിൻ. ജീവിതവും മരണവും തന്നെയാണ് മിലിയിലും കേന്ദ്ര കഥാപാത്രങ്ങളെ അടുപ്പിക്കുന്നത്. ജയാ ബച്ചന്റെ മിലി ഖന്ന ഊർജ്ജസ്വലയായ യുവതിയാണ്. അവളെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അവൾ പെർനീഷ്യസ് അനീമിയ എന്ന അപൂർവവും മാരകവുമായ ഒരു മാറാ രോഗം വളരുന്നു. അപ്പോഴും അവൾ ചുറ്റുമുള്ളവരിലേക്ക് പ്രകാശം പരത്തുന്നു. മിലി താമസിക്കുന്ന അതേ കെട്ടിടത്തിലേക്ക് അമിതാഭിന്റെ വിഷാദിയും മദ്യപാനിയുമായ ശേഖർ ദയാൽ കടന്നു വരുന്നതോടെയാണ് കഥാഗതി മാറുന്നത്. അവർ അടുക്കുന്നു. വെയിറ്റ്, ഒരു ഫാസിൽ ടച്ചില്ലേ? അതെ, ആ ഫാസിൽ നൊസ്റ്റാൾജിയ ആവോളം ആസ്വദിക്കാം ഈ ഋഷികേശ് മുഖർജി ചിത്രത്തിൽ. മഹേന്ദ്രന്റെ ജോണിയാണ് അടുത്ത ചിത്രം. തമിഴ് സിനിമയിലെ തലയെടുപ്പുള്ള പേരാണ് മഹേന്ദ്രൻ. രജനീകാന്ത് എന്ന നടനെ, ശ്രദ്ധിക്കണം, നടനെ പരമാവധി ഉപയോഗിച്ച സംവിധായകൻ. അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫിയിലെ കൾട്ട് ക്ലാസിക്കാണ് ജോണി. രൂപസാദൃശ്യമുള്ള 2 വ്യക്തികളുടെ കഥ പറയുന്ന സൂക്ഷ്മതയേറിയ ഒരു ഡ്രാമയാണ് ജോണി. രജനീകാന്ത് ഇരട്ട വേഷത്തിലെത്തുന്ന ഈ ചിത്രം അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നാണ്. തട്ടിപ്പുകാരനായ ജോണിയും ബാർബറായ വിദ്യാസാഗറും. 2 കഥാപാത്രങ്ങൾ, ഒരേ മുഖം, എന്നാൽ വിപരീത ജീവിതം. സിനിമയുടെ ഒരു ഘട്ടത്തിൽ ഇവരുടെ ജീവിതങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു. ജോണിയിൽ ഒരു ചേസിംഗ് സീനുണ്ട്, 5 മിനിറ്റോളം ദൈർഘ്യമുള്ള സീൻ. ഇളയരാജയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഉയരും കൊണ്ട് പായുന്ന ജോണിയും വിദ്യാസാഗറും. ഈ മ്യൂസിക്കൽ പീസ് ഒന്ന് കണ്ണടച്ച് കേട്ടാൽ നിങ്ങൾ അറിയാതെ രാജ ഫാൻ ആയി പോകും. കുറ്റബോധത്തിലും ഏകാന്തതയിലും നീറി ജീവിക്കുന്ന ജോണിയിലെ ഈ കഥാപാത്രങ്ങൾക്കൊപ്പം കൂടിയാണ് രജനീകാന്തും തമിഴ് സിനിമയും വളർന്നത്. ഇനി സീസൺ. മോഹൻലാൽ നായകനായ റിവഞ്ച് ഡ്രാമ. പത്മരാജന്റെ മറ്റ് സിനിമകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് സീസൺ. സിനിമയുടെ തുടക്കത്തിലെ മോഹൻലാലിന്റെ നറേഷനിൽ തന്നെ ഏതൊരു കാണിയും സിനിമയിൽ കുടുങ്ങിപ്പോകും. ആ കുടുക്ക് പത്മരാജൻ പതിയെ മുറുക്കും. പിന്നെ ആ പിടുത്തം വിടില്ല. കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഈ ചിത്രത്തിന് ഒരു നോയറിഷ് ടോണാണ് പത്മരാജൻ നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു ഇന്റർനാഷണൽ ഡ്രഗ് കാർട്ടൽ ആംഗിൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച ആദ്യ ചിത്രമാകും സീസൺ. സിനിമയിൽ മോഹൻലാലിന്റെ ജീവൻ എന്ന കഥാപാത്രത്തിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന് കൗശലക്കാരനായ ഒരു കുറുക്കന്റേതാണ്. ആ ജീവനാണ് കഥ പറയുന്നത്. എന്നാൽ അയാളുടെ കഥയിലെ പഴയ ജീവൻ അത്രയ്ക്കങ്ങ് സംസാരിക്കാറില്ല. അയാളെ ചുറ്റിപ്പറ്റി ഒരു നിഗൂഢത നിലനിൽക്കുന്നു. ജീവൻ ഇപ്പോൾ ജയിലിലാണ്. ഒരു ഡ്രഗ് ഡീലിൽ പറ്റിക്കപ്പെട്ട് തന്റെ എല്ലാ സമ്പാദ്യങ്ങളും ബന്ധങ്ങളും നഷ്ടമായ അയാൾ പ്രതികാരം ചെയ്യുന്നതാണ് കഥ. ഈ ഡബിൾസ് ഡീലിംഗ് പത്മരാജൻ സ്റ്റൈലിലാണ്. അതുകൊണ്ട് തന്നെ കാലം കുറെ കടന്നാണ് സിനിമയ്ക്ക് ആ കൾട്ട് സ്റ്റാറ്റസ് കിട്ടിയതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. സിനിമയിലെ എൻഡിങ് ഷോട്ട് മോഹൻലാലിന് മാത്രം കഴിയുന്ന, പത്മരാജനെ പോലെ ചില അപൂർവം ജന്മങ്ങൾ മാത്രം തുനിയുന്ന ഒരു സാഹസമാണ്. പ്രേക്ഷകർ ഏറ്റെടുത്ത സാഹസം. മലയാളയിലേക്ക് വരുമ്പോൾ ഇന്റർനാഷണൽ സിനിമകളിലേക്ക് ആദ്യ ചുവട് വെക്കുന്ന മിക്ക പേരും കണ്ടിരിക്കാവുന്ന സിനിമയാണിത്. ജുസപ്പെ തൊർണാത്തോറോന്റെ മലേന ഒരു കമ്മിങ് ഓഫ് ഏജ് ഡ്രാമയാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് സിസിലിയൻ പട്ടണത്തിൽ വളരുന്ന 13 വയസ്സുകാരൻ റെനാറ്റോയുടെ കണ്ണുകളിലൂടെയാണ് കഥ വളരുന്നത്, മലേന വളരുന്നത്. അവളുടെ ഭർത്താവ് 2ാം ലോക മഹായുദ്ധത്തിന് പോയിരിക്കുകയാണ്. ആ സിസിലിയൻ പട്ടണത്തിൽ അവളുടെ സൗന്ദര്യം ഒരു ശാപവും കാഴ്ചവസ്തുവുമായി മാറുന്നു. അവൾ നാട്ടുകാരുടെ നേരം പോക്ക് വർത്തമാനങ്ങൾക്കുള്ള വിഷയമാകുന്നു. യുദ്ധം കടുക്കും തോറും ഈ പരദൂഷണങ്ങളുടെ സ്വഭാവം മാറുന്നു. എന്നാൽ റെനാറ്റോയ്ക്ക് മലേനോടുള്ള നിശബ്ദ പ്രണയം നിഷ്കളങ്കമാണ്. അത് പ്രണയത്തിൽ നിന്ന് സഹാനുഭൂതിയിലേക്ക് വളരുന്നിടത്താണ് കഥ ചെന്നു നിൽക്കുന്നത്. ഒരു ചെറിയ ഇറ്റാലിയൻ ദ്വീപിൽ തന്നെയാണ് ഇൽ പോസ്റ്റിനോയുടെ കഥയും നടക്കുന്നത്. ബേണിംഗ് പേഷ്യൻസ് എന്ന ചിലിയൻ നോവലാണ് സിനിമയ്ക്ക് ആധാരമായത്. ഇറ്റലിയിൽ രാഷ്ട്രീയ അഭയാർത്ഥിയായി എത്തുന്ന ചിലിയൻ കവി പാബ്ലോ നെരുദ, അദ്ദേഹത്തിനുള്ള കത്തുകൾ കൈമാറുന്ന പോസ്റ്റ്മാൻ. അത്രയൊന്നും വിദ്യാഭ്യാസമില്ലാത്ത ആ പോസ്റ്റ്മാനും നെരുദയും തമ്മിൽ ഉടലെടുക്കുന്ന ബന്ധത്തിലൂടെയാണ് സിനിമ വികസിക്കുന്നത്. ഈ സിനിമ കാണികളിലേക്ക് നെരുദയുടെ കവിതകൾ പോലെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലും, പിന്നെ വേര് പിടിക്കും. സിനിമയിലെ പോസ്റ്റ്മാനൊപ്പം നമ്മളും കൂടിയാണ് നെരുദയിലൂടെ മാറുന്നത്. കവിത അത് കവിക്കുള്ളതല്ല, അത് ആവശ്യമുള്ളവർക്കാണെന്ന് ഇൽ പോസ്റ്റിനോ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫഹദിന്റെ മാത്രമല്ല, ജാപ്പനീസ് നോവലിസ്റ്റ് ഹറൂക്കി മുറക്കാമിയുടെയും ഇഷ്ട ചിത്രമാണിത്. ഇനി എടുത്തു പറയേണ്ടത് ഫഹദിന്റെ ഈ ലിസ്റ്റിലെ സിനിമകളിലെ അഭിനേതാക്കളുടെ പ്രകടനമാണ്. എന്തുകൊണ്ട് ഈ സിനിമകൾ അദ്ദേഹത്തിന്റെ ഫേവറേറ്റുകളായി എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം അതുമാകാം. മിലിയിലെ അമിതാഭും ജയാ ബച്ചനും, ജോണിയിലെ രജനീകാന്ത്, മെലേനയിലെ മോണിക്ക ബലൂച്ചി, സീസണിലെ മോഹൻലാൽ, ഇൽ പോസ്റ്റിനോയിലെ മസിമോ ട്രോയ്സി. ഇവർ എഴുത്തുകാരൻ പേപ്പറിൽ എഴുതിയിൽ നിന്നും അപ്പുറം കഥാപാത്രങ്ങൾക്ക് അസ്തിത്വം നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഏതൊരു അഭിനേതാവിനും കണ്ടുപഠിക്കാൻ തക്കവണ്ണം വെടിപ്പായി തന്നെ.
ഇനിയൊരു സങ്കല്പമാകാം. അമൽ നീരദ് സീസൺ റീമേക്ക് ചെയ്യുന്നു. ജീവനായി ഫഹദ്. കഥ അറിയാമെങ്കിലും ഓരോ കാണിയും തന്റെ സീറ്റിൽ ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കും ആ ഷോട്ടിനായി, ആ എൻഡിങ് ഷോട്ട്. ലാലത്തം മൊത്തമടങ്ങിയ ആ നോട്ടത്തിന്റെ ഫാഫ വേർഷനായി.